എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, SSLC പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ച ആകെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ മാർക്ക് നോക്കുന്നത് 90 മാർക്കിലാണ്. ആകെ അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, അതായത് ഈ ഒരു ഗ്രേഡ് പോയിൻ്റ് അതായത് 90 മാർക്കിലാണ് ഇടുന്നത്. ആ 90 മുതൽ 100 വരെ മാർക്കാണ് A+ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ വാല്യൂ എടുത്തുകൊണ്ടാണ് ആ ഒരു മാർക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ A+ ഗ്രേഡ് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു 9 ഗ്രേഡ് പോയിൻ്റാണ്, അതായത് 80 പോയിൻ്റാണ് ഉണ്ടാവുക. ആ ഒരു A+ ലഭിച്ചാൽ 9ആണ് അതിൻ്റെ ഗ്രേഡിൻ്റെ വാല്യൂ. A കിട്ടുകയാണെങ്കിൽ 8ആണ് അതിൻ്റെ വാല്യൂ. അതുപോലെ B+ ആണ് കിട്ടുന്നതെങ്കിൽ A ആണ് വാല്യൂ. അതുപോലെ B കിട്ടുകയാണെങ്കിൽ 6ആണ് വാല്യൂ. അതുപോലെ തന്നെ C+ കിട്ടുകയാണെങ്കിൽ 5ഉം. ഈ ഒരു രീതിയിൽ കുറഞ്ഞ് ഈ ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ 1 പോയിൻറ്റുമാണ് ഗ്രേഡ് വാല്യൂ ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആദ്യം തന്നെ നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്ര A+ കിട്ടി, അതുപോലെ എത്ര A കിട്ടി, എത്ര B+ കിട്ടി എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം എങ്ങനെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക്, അതായത് ഫുൾ A+ ആണ് കിട്ടിയത് എന്ന് കരുതുക. അതായത് 10 A+ ആണ് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ 10 A+ ആണ് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത് എങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ച ആ ഒരു A+ൻ്റെ പോയിൻ്റ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ 10 A+ ഉണ്ടെങ്കിൽ A+ൻ്റെ വില എന്ന് പറയുന്നത് 9ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ 10 A+ കിട്ടിയില്ല, പകരം നിങ്ങൾക്ക് ലഭിച്ചത് ഒരു 2 A+ ആണെന്ന് കരുതുക. 2 A+ഉം അതുപോലെ തന്നെ ഒരു 8 B+ ആണ് കിട്ടിയത് എന്ന് കരുതുക, അല്ലെങ്കിൽ 8 B ആണെന്ന് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ A+ൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് 9 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു 9 ഇടുക. അതിനുശേഷം ഇത് കൂട്ടിയ ശേഷം 8 ഇൻറ്റു B+ൻ്റെ വില എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് A എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ A എന്ന് കാണാം. അപ്പോൾ ഇത് ഫുൾ കൂട്ടിയിട്ട് എന്ത് വില കിട്ടുന്നുവോ അതിനെ നിങ്ങൾ 100/90, അതായത് 100 ഹരിക്കണം 90 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കാം. ജസ്റ്റ് എളുപ്പത്തിനായിട്ട് ഞാൻ 10 A+ കിട്ടിയ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക് എങ്ങനെയാണ്, അതായത് ആ ഒരു മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ ആദ്യം തന്നെ 10 A+ ആണ് കിട്ടിയതെങ്കിൽ 10 ഗുണിക്കണം A+ൻ്റെ ആ ഒരു ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്നത് 9ആണ്. അപ്പോൾ 9, അപ്പോൾ 10 × 9 90ആണ്. അപ്പോൾ 90 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100/90, അതായത് 100 ഹരിക്കണം 90 ഇതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഗുണിക്കുക. അപ്പോൾ 90ൽ 90 ഒരു തവണ പോകും. അപ്പോൾ 1 × 100 100% എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 100% മാർക്ക് കിട്ടി എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബാക്കി, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 8 A+ഉം അതുപോലെ തന്നെ 2 Aയുമാണ് കിട്ടിയതെങ്കിൽ ഈ ഒരു പറഞ്ഞ രീതിയിൽ തന്നെ 8 ഗുണിക്കണം 9, A+ൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് 9ആണ്. അപ്പോൾ ഇതിനോടൊപ്പം 2 ഇൻറ്റു Aയുടെ പോയിൻ്റ് എന്ന് 2 ആയതുകൊണ്ട് തന്നെ Aയുടെ പോയിൻ്റ് എന്ന് പറയുന്നത് 8ആണ്. അപ്പോൾ 8. അപ്പോൾ ഇത് ഫുൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു 100/90 കൊണ്ട് ഇതിനെ ഗുണിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയെന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിഷയത്തിന് എത്ര പെർസെൻറ്റേജ് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടി എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്കിപ്പോൾ A+ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് 90 മുതൽ 100 വരെ പെർസെൻറ്റേജിൻ്റെ ഇടയിലായിട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് നിങ്ങൾക്ക് 90 മുതൽ ഈ ഒരു 100% വരെ മാർക്ക് കിട്ടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും A+ ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊരു 100% ആയിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ A ഗ്രേഡ് കിട്ടിയ ഒരു വിഷയത്തിന് എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് ചോദിച്ചാൽ 80% മുതൽ 89 വരെ ശതമാനമാണ് അതിൻ്റെ ആ ഒരു മാർക്കായിട്ട്, അത്ര ശതമാനം മാർക്കായിട്ടാണ് കണക്കാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുത്തിട്ട്, അതായത് 85% എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 89% മാർക്ക് എന്നുള്ളത് പറയാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ 89% എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം അതാകുമ്പോൾ അത്
കൂടുതൽ ശതമാനമാണ്. അതായത് ആ ഒരു എ ഗ്രേഡിൻ്റെ മാക്സിമം ശതമാനം മാർക്ക് എന്ന് പറയുന്നത് 89%. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു വിഷയത്തിന് എത്ര ശതമാനം മാർക്ക് കിട്ടിയെന്നുള്ളത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.